ഹലോ എവ്രി വൺ, മോം ആൻഡ് ഹെർ ടൈനി സ്കോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡിന്നർ പ്രിപ്പറേഷൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അതിനു മുന്നേ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് തോന്നി, എന്നാലേ ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഇന്ന് രാത്രി ചപ്പാത്തി എഗ്ഗ് ഗ്രേവിയാണ് കേട്ടോ ഡിന്നറിന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്തെടുക്കണം. ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിഞ്ചർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോഴാണ് നമ്മുടെ വീരുക്കുട്ടൻ വരുന്നത്. അവനൊന്ന് സൈക്കിൾ ഓടിച്ച് പാർക്കിലൊന്ന് വീണു. വീഴ മാത്രമല്ല, ചെറിയ തോതിലൊക്കെ മുറിയായിട്ടും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേദനിക്കണമെന്ന് വന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാലേ അവന് സമാധാനമുള്ളൂ. ഗ്രേവിയിലേക്ക് വേണ്ട ഒനിയനൊക്കെ ഞാൻ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒനിയൻ ചോപ്പ് ചെയ്തതും ഇട്ട് അല്പം സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ പാകത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോകണം, അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ആഡ് ചെയ്തു. ഈ ചോപ്പ് ചെയ്ത ടൊമാറ്റോയും മസാലയും കൂടി നന്നായിട്ട് മിക്സായിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് ടൊമാറ്റോ വേവണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് അടച്ച് വെക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് അത് നല്ലോണം ഉടഞ്ഞ് നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. അപ്പോഴേക്കും കല്ലൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഏട്ടൻ ടിവിയുടെ ചാനലും മാറ്റിയെന്ന് പരാതി പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്നേഹപ്രകടനമൊക്കെ നടത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഗ്രേവി പാകത്തിന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു സെമി ഗ്രേവി പാകത്തിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം എഗ്ഗ് ക്ലീൻ ചെയ്തിട്ട് ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എല്ലാം ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ലിവിങ്ങിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. പോക്കിരി പെണ്ണാണ് കേട്ടോ നമ്മുടെ കല്ലൂസ്. വികൃതി കാണിക്കുക എന്നുള്ള മാത്രം ഉദ്ദേശം അവൾക്കുള്ളൂ. കണ്ടില്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കിനി വീരുവിന് നാളേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവൻ്റെ റൈസ് തലേദിവസം തന്നെ റെഡിയാക്കി വെക്കും. അപ്പോൾ അവന് ഞാൻ ജീരകശാല റൈസ് യൂസ് ചെയ്തിട്ടാണ് ലഞ്ച് അധികം പ്രിപ്പയർ ചെയ്യാറ്. ഒരു ഡേ ക്യാരറ്റ് റൈസ്, ക്യാബേജ് റൈസ്, എഗ് റൈസ്, ഫ്രൈഡ് റൈസ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് റൈസസ് ആണ് ഞാൻ അധിക ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഞാൻ ഈ റൈസ് തലേദിവസം തന്നെ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം തണുത്താറിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. അതേപോലെ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തൊക്കെ സെറ്റാക്കി റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് രാവിലെ കുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് കല്ലൂസിനെ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ രാവിലെ. അപ്പോൾ അതേ ജിത്തോട്ട് ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കല്ലൂസ് വിശന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവൾക്കുള്ള ചപ്പാത്തി റെഡിയാക്കി കൊടുത്തു. വീരുക്കൂട്ടം കുറേ നേരമായി വന്ന് പറയണം അവന് ചപ്പാത്തി വേണ്ട, അവന് ദോശ മതി എന്ന്. അപ്പോൾ അവനുള്ള ദോശയും റെഡിയാക്കി കൊടുത്തു. ഈ സ്ലഗ് ഫാം ഞാൻ അന്ന് ലുലുന്ന് മേടിച്ചതായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ബേബീസിന് അവരുടെ ഫുഡിലും മിൽക്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അവൻ്റെ റൈസ് ചൂടാറാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ചപ്പാത്തിയും ഞാൻ റെഡിയാക്കി വെച്ചു, ജിത്തോട്ടം കുളിച്ച് വരുമ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.